ഇപ്പം നമ്മളിപ്പോൾ രക്തശാലി കൃഷി ചെയ്ത് ഇപ്പോഴായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അരി തന്നെ കാണിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ കാലത്താണ് ഇതൊക്കെ ഫോർബിഡൻ റൈസ് ആയിരുന്നു. അന്ന് കൊന്നു കളയായിരുന്നു. ഈ ബ്ലാക്ക് റൈസൊക്കെ ആരെങ്കിലും ഒരാൾ ബ്ലാക്ക് റൈസ്, കൃഷ്ണ കൗമോദ്, ഈ സൈസ് നെല്ലുകളൊക്കെ വേറൊരാൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് വിചാരണ കൂടാതെ കൊല്ലാൻ പറ്റിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവിനും രാജ്ഞിക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വേണ്ടത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി വേണ്ടത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടത്. അപ്പോൾ അവരെ മറികടക്കുന്നതായ ഒരാളും ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ആ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അന്ന് ആരെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവനെ വിചാരണ കൂടാതെ കൊന്നു കളയുക. അതാണ് ഫോർവേഡ് റൈസ് എന്ന് പറഞ്ഞു വന്നത്. ഇപ്പം ബ്ലാക്ക് റൈസൊക്കെ ഫോർവേഡ് റൈസാണ്. അതേമാതിരി പിന്നെ കാലഘട്ടത്തിൽ ജനാധിപത്യം വന്നപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് നമുക്ക് വന്നു. അതിനിപ്പോൾ വേറെ കാര്യമുണ്ട്. 5 തലമുറ മുന്നൊക്കെ ആണെങ്കിൽ ആ ആൾക്കാർ തൊടാൻ പോലും മെനക്കെട്ടില്ല. കാരണം തൊട്ടു എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ശരിക്കും സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ തന്നെ ഈ സൈസ് അരികൾ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ അരികൾ ലോകം മൊത്തം നമുക്ക് പ്രചരിപ്പിക്കും.